കോട്ടയം ജില്ലയുടെ ആസ്ഥാനം എന്ന നിലയിൽ മാത്രമല്ല, കോട്ടയം മണ്ഡലത്തിന് എപ്പോഴും, നിയമസഭാ മണ്ഡലത്തിന് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം ആണ്. ഇവിടെ പിന്നെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തക എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു മുൻകാല ചരിത്രം, സമീപകാലത്ത് 2-3 തവണ തുടർച്ചയായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചത് ഒഴിവച്ചാൽ, ആദ്യകാല ചരിത്രം കോട്ടയം എപ്പോഴും ഒരു ലെഫ്റ്റ് ചായ്വ് പുലർത്തിയിരുന്ന, അല്ലെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഉദാഹരണത്തിന് ഈ തിരുവഞ്ചൂരിൻ്റെ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന അതിനായുള്ള ശ്രമം ആദ്യം 1987 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ടി.കെ. രാമകൃഷ്ണനുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട ഒരു അനുഭവമുണ്ട്. അതിനുശേഷമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 91 മുതൽ തുടർച്ചയായി അടൂരിൽ പോയി നിന്ന് തുടർച്ചയായി 4 തവണ അടുപ്പിച്ച് വിജയിക്കുന്നത്. പിന്നീട് അദ്ദേഹം പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് 2006 കോട്ടയത്ത് വരികയും കോട്ടയത്ത് ഇപ്പോൾ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന CPMൻ്റെ ഒരു പ്രമുഖ നേതാവായ മന്ത്രിയായ VN വാസവനുമായിട്ട് അന്നിവിടെ മത്സരിക്കുന്നത്. VN വാസവൻ അന്നിവിടെ സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹവുമായി മത്സരിച്ച് VN വാസവനുമായി മത്സരിച്ച് 711 വോട്ടിനാണ് വളരെ നിസ്സാരമായ മാർജിനാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ 2011 ഇവിടുന്ന് വിജയിക്കുന്നത്. അതിനുശേഷം നടന്ന 2016 2021 തെരഞ്ഞെടുപ്പിൽ 2016 വലിയ ഭൂരിപക്ഷത്തിന് 30,000 മേൽ വലിയ ഭൂരിപക്ഷത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്ന് റെജി സക്കറിയാണ്, CPMൻ്റെ റെജി സക്കറിയെ പരാജയപ്പെടുത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചു. വീണ്ടും 2021 CPMൻ്റെ K. അനിൽകുമാറായിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അപ്പോഴും ഭൂരിപക്ഷം അത്ര ചെറുതായിരുന്നില്ല. എങ്കിലും ആ 30,000 നിന്ന് 18,000 കുറച്ചു കൊണ്ടുവരാൻ അനിൽകുമാറിന് സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോഴും അതേ കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ 2021 ഏറ്റുമുട്ടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K. അനിൽകുമാറും CPMൻ്റെ K. അനിൽകുമാറും തമ്മിലുള്ള ഒരു വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കോട്ടയത്ത് കോട്ടയത്തിന് വളരെ പരിചിതനാണ്. അദ്ദേഹം ഇവിടെ MLA ആകുന്നതിന് മുമ്പ് ഒരു കോട്ടയംകാരൻ എന്ന നിലയിൽ കോട്ടയത്തിലെ ഏത് പരിപാടികളിലും സജീവമായി നിന്നിരുന്ന ആളാണ്. അതിനുശേഷം MLA ആയി അടൂർ 4 തവണ ഉള്ളപ്പോഴും അദ്ദേഹം കോട്ടയത്തൊരു നിറസാന്നിധ്യം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തിൻ്റെ ജനപ്രതിനിധിയായ ശേഷം ആണ് അദ്ദേഹം സുപ്രധാനമായ പല വകുപ്പുകളും ഗവൺമെൻറ്റിൽ മന്ത്രി എന്ന നിലയിൽ വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ 2011-16 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആഭ്യന്തരമടക്കം റവന്യൂ അടക്കം കുറേ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുകയുണ്ടായി. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വളരെ കാര്യമായി കോട്ടയത്ത് തൊട്ട് കാണിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോട്ടയത്തിന് എടുത്ത് കാണിക്കാവുന്ന രീതിയിൽ കോട്ടയം നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ പൊതു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗതാഗത രംഗത്ത് ഒക്കെ വളരെ കാര്യമായ കുറേ കാര്യങ്ങൾ, വികസന പദ്ധതികൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാവണം അദ്ദേഹത്തിന് പിന്നീട് വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടാൻ ഇടയായത്. വലിയൊരു ഭൂരിപക്ഷം 2016 അങ്ങനെ 711 വോട്ടിന് ജയിച്ച ആൾ പിന്നെ 30,000 മുകളിലേക്ക് വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് പോയത് അതുകൊണ്ടാവണം. വീണ്ടും 5 വർഷം വന്നു. പഴയ പോലെ അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചില്ല. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് മറുപക്ഷത്ത് ഗവൺമെൻറ് രാഷ്ട്രീയ വിരോധം തീർത്തുകൊണ്ട്
പിന്നെ പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നു. അതുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തൻ്റെ പദ്ധതിക്കനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ പിന്നെ തിരുവഞ്ചൂർ ഉന്നയിക്കുന്ന ഒരു ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 വർഷം ഇവിടെ പിന്നെ വികസന ബലരൂപത്തിൽ തടയുന്ന സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടായെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അതേപോലും മറുഭാഗം പറയുന്നത് CPM-ൻ്റെ അല്ലെ അനിൽകുമാറിൻ്റെ ഒക്കെ ഒരു ടാഗ് ലൈൻ തന്നെ പിന്നെ കേരളം മാറാത്ത കോട്ടയം എന്നാണ് അവരുടെ ഒരു ടാഗ് ലൈൻ. കേരളം മുഴുവൻ മാറി, പക്ഷേ കോട്ടയം മാത്രം മാറിയില്ല എന്ന ഒരു പ്രചാരണമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിന് തിരുവഞ്ചൂർ രസകരമായി ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെ കേരളം മുഴുവൻ മാറ്റിയെങ്കിൽ എന്തുകൊണ്ട് കോട്ടയം മാറ്റിയില്ല, അത് കോട്ടയം കേരളത്തിലല്ലേ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സര രംഗമാണ് ഉള്ളത്. അതിനൊരു കാരണം അനിൽകുമാറാണ് കാൻഡിഡേറ്റ് എന്നുള്ളതും ഈ മത്സരത്തിൻ്റെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ച് ഇവിടെയുള്ള കോട്ടയത്തുണ്ടായിരുന്ന തലമുതിർന്ന നേതാക്കൾ വൈക്കം വിശ്വൻ, KJ തോമസ്, സുരേഷ് കുറുപ്പ് തുടങ്ങിയ അവരെല്ലാം ഇപ്പോൾ രംഗത്തുനിന്ന് സജീവമായി രംഗത്തില്ല. അവരൊക്കെ മുഖ്യധാരയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പിന്നെയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് VN വാസു. അദ്ദേഹം ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം അവിടുത്തെ MLA എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന VN വാസുവൻ അല്ലാതെയുള്ള കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഏക സംസ്ഥാന കമ്മിറ്റി CPM-ൻ്റെ സമന്വയ ബോഡിയായ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് ഏകയാൾ അനിൽകുമാറാണ്. അനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം 35 വർഷത്തിലധികമായി കോട്ടയത്തൊരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഹകരണ രംഗത്ത് സജീവമായിരുന്നു. അനിൽകുമാർ ജനകീയനായ ഒരു പൊതുപ്രവർത്തകനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഇപ്പം പരിസ്ഥിതി രംഗത്ത് സർക്കാരിൻ്റെ ചില സഹായങ്ങൾ കൂടിയൊക്കെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി നദീ പുനരുജ്ജീവനം എന്ന നിലയിൽ കൂടെ ചില പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഏതാനും വർഷം പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ പാർട്ടിയുടെ ഇപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ LDF-നും CPM-നും നിർത്താവുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആളെ തന്നെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടും പാർട്ടിക്ക് കോട്ടയത്തെ സംബന്ധിച്ച് നല്ല ശക്തമായ സംഘടനാ മെഷീനറി CPM-നുണ്ട്. അപ്പോൾ ആ നിലയിൽ രണ്ടു കൂട്ടരും UDF-നെ സംബന്ധിച്ച് UDF സംഘടനാപരമായി പറഞ്ഞാൽ അവർ കോട്ടയം നഗരസഭ ഭരിക്കുന്നത് അവരാണ്. പിന്നെയുള്ളത് ഈ നിയോജകമണ്ഡലത്തിൽ വരുന്ന 2 പഞ്ചായത്തുകളാണ്. അത് ഒന്ന് വിജയപുരവും ഒന്ന് പനച്ചിക്കാടുമാണ്. ഈ 2 പഞ്ചായത്തുകളും UDF-ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ ഈ നഗരസഭയിലും ഈ പഞ്ചായത്തുകളിലും UDF-ന് ഭൂരിപക്ഷം കിട്ടിയത്. ലോകസഭാ ഇലക്ഷൻ്റെ പ്രത്യേകമായിട്ട് എടുത്തു നോക്കിയാൽ ലോകസഭാ ഇലക്ഷനിലും ഈ പഞ്ചായത്തുകളിലും നഗരസഭയിലും UDF-നാണ് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ UDF-ന് വിജയത്തെക്കുറിച്ച് അവർക്ക് തർക്കമേ ഇല്ല, സംശയമേ ഇല്ല. അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതായത് 2011-2000-ലെ ഈ 16-ൽ ലഭിച്ച ആ വലിയ 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് വീണ്ടും വരും എന്നാണ് അവകാശപ്പെടുന്നത്. അവരവകാശപ്പെടുന്ന ഒരു കാരണം ഭരണവിരുദ്ധ വികാരം, ഒപ്പം ഈ മണ്ഡലത്തിലെ വികസനങ്ങൾ തടയാൻ ഉണ്ടായ ശ്രമം, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് അവർ LDF കരുതുന്നത് വിജയം ഇത്തവണ വിജയിക്കാൻ കഴിയും. കാരണം ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ കോട്ടയത്തെ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ MLA-ക്ക് സാധിച്ചില്ല.
10 വർഷമായി നഗരത്തിൻ്റെ നടുക്കുള്ള പഴയ ശിമാട്ടി റൗണ്ടാന എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ആകാശ പാത അത് പണി മുടങ്ങി കിടക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടും നഗരത്തിൽ കുറേ പുതിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കുറേ ബൈപ്പാസുകൾ പുതിയത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് അവരും മത്സരരംഗത്തുള്ളത്. ശക്തമായ മത്സരം പിന്നെ CPM കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. പിന്നെ ഉള്ളത് BJPയുടെ സാന്നിധ്യം അല്ലെങ്കിൽ NDAയുടെ സാന്നിധ്യം ഒരു ശ്രദ്ധേയമായ നിലയിൽ ശക്തമായ നിലയിൽ എടുത്തു പറയാൻ കഴിയുന്നില്ല. എങ്കിലും അവരും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. BDJS ആണ് അവരുടെ കാൻഡിഡേറ്റ്. BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയത്തുള്ളത്. അത് അദ്ദേഹം പിന്നെ യൂത്ത് മൂവ്മെൻറ്റ് SNDPയുടെ യൂത്ത് മൂവ്മെൻറ്റിൽ കൂടി പിന്നെ വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പം SN ട്രസ്റ്റിൻ്റെ ഡയറക്ട് ബോർഡ് പുതിയ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ദീർഘകാല പരിചയമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് വഴി സമുദായത്തിൻ്റെയും അതുപോലെ പിന്നെ BJPയുടെയും വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കോട്ടയത്ത് പൊതുവിൽ പറയുമ്പോൾ പുതിയതായി വലിയ അത്ഭുതം ഒന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല.